ഗോവിന്ദ സർ, കവിനെ പിക്കപ്പ് ചെയ്യാൻ കാറ് പോയല്ലോ അല്ലേ? അരമണിക്കൂർ മുമ്പേ പോയി സർ. ഫോറിൻ ക്ലയന്റിന്റെ കോൾ ഉള്ളതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. ഇനി അവൻ ദേഷ്യപ്പെടുമെന്ന് അറിയില്ല. ഈ ലോകത്തില് നിന്നെ മനസ്സിലാക്കിയത് എനിക്ക് ശേഷം അവൻ മാത്രമാ. അതുകൊണ്ട് കവിന് നിന്നോട് ഒരു ദേഷ്യവും ഉണ്ടാവില്ല. സാറേ, എന്താ ഇത്? ഫയലാണ് സർ. അതെനിക്കറിയാം. കമ്പനിയുടെ അക്കൗണ്ട്സ് ഫയലാണോ കമ്പനി സ്റ്റാഫ് സാലറി ഫയലാണോ? ഓഫീസിലെ അക്കൗണ്ട് ഫയലാണ് സാർ. ഇത് ദേവേനയല്ലേ നോക്കുന്നത്? എന്തിനാ എന്നെ കാണിക്കുന്നത്? മാഡം വേറെ ജോലിയിൽ ബിസി ആയതുകൊണ്ട് സാറിനെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അയ്യോ, മണി 5 കഴിഞ്ഞല്ലോ. എന്റെ പേരക്കുട്ടി ഇതുവരെ വന്നില്ല. ആ 100 ആയിസ എന്റെ പൊന്നുമും വന്നു. വന്നല്ലോ, എന്റെ നരകാസുരം വന്നല്ലോ. വാ 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 വാ. വാ 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 വാ. ഈ കുട്ടിച്ചാത്തൻ വീട്ടിലേക്ക് വരുമ്പോ ഇവർക്കെല്ലാവർക്കും സന്തോഷ. പക്ഷെ എനിക്കാണെങ്കിൽ നെഞ്ചു കിടന്ന് പിടയ്ക്കുക. അച്ഛനൊരു അർജന്റ് കോൾ ഉണ്ടായിരുന്നടാ, അതുകൊണ്ടാ എനിക്ക് വരാൻ. അയ്യോ, ഞാൻ പോയി വിളിച്ചോണ്ട് വരാത്തന്റെ ദേഷ്യം തോന്നുന്നു. കവിമോനെ, മുത്തശ്ശി ഒരു ജ്യൂസ് എടുത്തോണ്ട് വരട്ടെ? നോട്ടം കണ്ടില്ലേ? എടാ കവിനെ, എന്താടാ ഉണ്ടായേ? എന്താ നീ വല്ലാതെ ഡള്ളായിട്ടിരിക്കുന്നേ? അവനെന്ത് ചെയ്യാനാ? അവനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? എടാ, നിന്നോട് തന്നെയാ. എന്ത് പറ്റി നിനക്ക്? കവിമോനെ, എന്താ പ്രശ്നമെന്ന് പറഞ്ഞാലല്ലേ മുത്തശ്ശിക്ക് അത് പരിഹരിക്കാൻ പറ്റുള്ളൂ. എന്താന്നങ്ങ് പറയടാ, വലിയ ജാട കാണിക്കാതെ. എന്താ കവിൻ സാറേ, സാധാരണ രാവിലെ സ്കൂളിൽ പോകുമ്പോ സ്വന്തം കപ്പൽ മറിഞ്ഞതുപോലുള്ള ഒരു മുഖഭാവ. ഇന്ന് സ്കൂൾ വിട്ട് തിരിച്ചു വന്നപ്പോ ഒരു ശോകഭാവമാണല്ലോ മുഖത്ത്. മിസ് ചീത്ത പറഞ്ഞു കാണും അല്ലേ? ഗോവിന്ദ സർ. എടാ കവിൻ, നിനക്ക് എന്താ പറ്റിയേ? സ്കൂളിൽ നിന്ന് ആരെങ്കിലും നിന്നെ വഴക്ക് പറഞ്ഞോ? അത് തന്നെയല്ലേ ഞാനും ചോദിച്ചത്. ഇയാൾക്കെന്താ മലയാളം അറിയാൻ പാടില്ലേ? വേറെന്താടാ കവിനെ, അച്ഛനോട് പറ. നിന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും നിന്നോട് വഴക്കുണ്ടാക്കിയോ? അതുമല്ലേ, പിന്നെന്തായിരിക്കും? ഒന്ന് പറയടാ മോനെ, നിന്റെ പ്രശ്നം എന്താ? നീ ഇങ്ങനെ മൂഡ് ഔട്ട് ആയിട്ടിരുന്നാ ഈ വീട്ടില് കറണ്ട് പോയതുപോലെ ഉണ്ടാവും. എന്താന്ന് പറ. എന്താന്ന് വെച്ചാ പറയടാ. എനിക്ക് എല്ലാ സബ്ജക്റ്റിലും ഹോംവർക്ക് ചെയ്യാൻ തന്നു മുത്തശ്ശി. ഞാൻ മാത്രം വിചാരിച്ച എല്ലാ ഹോംവർക്കും എങ്ങനെയാ ചെയ്യാൻ പറ്റാ? നല്ല കാര്യമല്ലേ ടീച്ചർ ചെയ്തത്? അല്ല കൊച്ചു സാറേ, ഓം വാട്ടർ കുടിക്കേണ്ട ഈ പ്രായത്തില് ഇത്രയും ഹോംവർക്ക് തന്നല്ലോ എന്നുള്ള വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. കവിൻ, ഇതിനാണോ നീ ഇത്രയും വിഷമിച്ചിരിക്കുന്നേ? അത് നമുക്ക് നോക്കാടാ. നോക്കാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? എല്ലാ സബ്ജക്റ്റിന്റെയും ഹോംവർക്ക് ചെയ്തോണ്ട് വന്നില്ലെങ്കിൽ ക്ലാസ് മിസ് എന്നെ അടിക്കൂന്നാ പറഞ്ഞേക്കുന്നത്. എന്ത് അടിക്കുന്നോ? ഇന്ന് ഞാൻ അവരുടെ വിക്രം, മുത്തശ്ശി, നിന്റെ മകൻ എപ്പോഴും ഒടുക്കത്തെ തള്ള. മിസ് ഇവനെ അടിക്കുന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ഇവൻ എക്സ്ട്രാ കയ്യിൽ എടുത്തിരുന്നതാ. നീ മോഷൻ നിയന്ത്രിക്ക്. ചുമ്മാ അവനെ കൂളാക്കാനുള്ള ആക്ടിംഗ് അല്ലേ മുത്തശ്ശി? നമ്മളെ തന്നെ നോക്കുക. നീ എന്തെങ്കിലും പറഞ്ഞെന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. കവിൻ, ക്ലാസ് മിസ്സിന്റെ പേരെന്താന്ന് പറഞ്ഞേ? വനജ. വിരിയമ്പക്കത്ത് സായി നഗറില അവരുടെ വീട്. അതെങ്ങനെ നിനക്കറിയാം? അല്ല, ഞാൻ ഒരു തവണ അല്ല, കവിൻ മോനെ സ്കൂളിൽ വിടാൻ ഞാൻ ഒരു തവണ പോയപ്പോ കണ്ടു എന്ന് പറഞ്ഞതാ. നല്ല ക്യൂട്ടാ. ഈ പ്രായത്തിൽ അവന്റെ റൊമാൻസ് കണ്ടില്ലേ? എന്റെ കവിനെ, ഹോംവർക്കിനെ പറ്റിയുള്ള ചിന്തയെ വിട്ടേക്ക്. എങ്ങനെ വിടാൻ പറ്റാ? എല്ലാ ഒരു ദിവസം എങ്ങനെ തീർക്കാൻ പറ്റാ? ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, മൊത്തം 5 സബ്ജക്റ്റാ.
അയ്യോ, എന്റെ കവിന് ഈ ചെറിയ പ്രായത്തില് എന്തെല്ലാം പ്രശ്നമാ. എനിക്ക് സങ്കടം വരുന്നു. വിക്രം, ഹോംവർക്ക് എല്ലാം ചെയ്തു തീർക്കാൻ 1 മാസം സമയം വേണമെന്ന് നീ ഒന്ന് പറ. അയ്യോ മുത്തശ്ശി, ഒന്നും അറിയാതെ പറയാൻ നിൽക്കരുത്. നാളെ രാവിലെ തന്നെ എല്ലാ ഹോംവർക്ക് സബ്മിറ്റ് ചെയ്യണം. ആ, അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ക്ലാസ്സിലെ പിള്ളേരുടെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തുവര്. ആ. 5 സബ്ജക്റ്റ് ആണെങ്കിലും 10 സബ്ജക്റ്റ് ആണെങ്കിലും ചെയ്യേണ്ടത് മോൻ തന്നെയല്ലേ. എല്ലാം എഴുതണം. മോന് വേണ്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ഹോംവർക്ക് എഴുതി തരാൻ പറ്റുമോ? അത് പറ്റുന്ന കാര്യമാണോ മോനെ? നോക്കുന്നല്ലോ അവൻ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ കൈയൊന്നും ഇങ്ങോട്ട് തന്നെങ്കിൽ. എന്തിനാ? ഇങ്ങോട്ട് താ, പറയാ. എന്തിനാണാവോ? അല്ല, ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? റൈറ്റ് ഹാൻഡ് തന്നെ. റൈറ്റോ? ഇങ്ങോട്ട് താങ്കൾ. എന്താ തന്നു? ഗുഡ് ഐഡിയ. നിങ്ങൾ പറഞ്ഞത് ശരിയാ. എന്ത്? പറയാം. എന്റെ ഓരോ സബ്ജക്ട് ഹോംവർക്കും നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരും ചെയ്ത പ്രോബ്ലം സോൾവ്. ആ.